ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ടീച്ചർമാരുൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വമ്പൻ സ്കാമിനെ പുറത്തു കൊണ്ടുവരികയാണ്. മറ്റൊന്നുമല്ല, ഇന്റേൺഷിപ്പ് സ്കാം. നമ്മുടെ കേരളത്തിൽ 13-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ പല യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ 4-ഇയർ ഡിഗ്രി കോഴ്സുകളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നോട്ടിഫിക്കേഷനിലെല്ലാം KTU അടക്കമുള്ള നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ അത് അക്കാദമിക് കലണ്ടറിന്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കാരും ചിലർ 3rd സെമസ്റ്ററിലും ചിലർ അതിനുശേഷമൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഏത് കോഴ്സ് എടുത്താലും, പ്രത്യേകിച്ച് ടെക്നിക്കൽ റിലേറ്റഡ് കോഴ്സ് എടുത്താലും സയൻസ് റിലേറ്റഡ് കോഴ്സ് എടുത്താലും, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന കാര്യം ചിലർക്ക് അക്കാദമിക് കലണ്ടറിന്റെ ഭാഗമാണ് എന്നതുപോലെ തന്നെ പിന്നീടുള്ള പ്ലേസ്മെന്റിനും റെസ്യൂമേക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ടീച്ചർമാർ തന്നെ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞും അല്ലാതെയും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യം, പൈസ കൊടുത്താൽ 120 മണിക്കൂറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും, 5000 രൂപ അടച്ചാൽ മതി. 60 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇന്റേൺഷിപ്പ് ഉണ്ട്, നിങ്ങൾ ഇത്ര രൂപ അടച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വയം മനസ്സിലാക്കാനൊരു സെൻസ് വേണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പണിക്ക് പോകുന്നു, ആ പണി അവർക്ക് ചെയ്തു കൊടുക്കുന്നു, അതിന് ഇങ്ങോട്ടാണ് കൂലി തരേണ്ടത്. എത്ര പേര് അങ്ങോട്ട് കൂലി കൊടുത്ത് പണിക്ക് പോകും? അതുപോലെയാണ് ഇന്റേൺഷിപ്പ്. നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു അവിടെയുള്ള കാര്യങ്ങളെ ഓൺ ഫീൽഡ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇന്റേൺഷിപ്പ്. മറ്റ് പല കോഡിംഗ് കമ്പനികളും അല്ലെങ്കിൽ IT റിലേറ്റഡ് കമ്പനികളും ഓൺലൈൻ ഇന്റേൺഷിപ്പ് നടത്താറുണ്ട്. അവിടെയും നമ്മുടെ ഇൻ ഹാൻഡ് ട്രെയിനിങ് ത്രൂ ഓൺലൈൻ നൽകുന്ന ഒരു പ്രക്രിയയാണ് ഇന്റേൺഷിപ്പ്. അതിനൊരിക്കലും അങ്ങോട്ട് പൈസ അടിച്ചു കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് സ്കാമുകളെ നിങ്ങൾ തീർച്ചയായിട്ടും തലവെച്ച് കൊടുക്കരുത്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ പല കോഴ്സുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പൈസയ്ക്ക് പലരും പല ഏജൻസികളും വിൽക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് അങ്ങോട്ട് പൈസ കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പല MNC സൈറ്റുകളുടെ കീഴിൽ, അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ആമസോൺ, ഗൂഗിൾ, SBI, ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ നിങ്ങൾ ഇനി ഏത് സ്ട്രീമിൽ പഠിക്കുന്നവരാണ് എങ്കിലും കൃത്യമായിട്ട് അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഇങ്ങോട്ട് പൈസ തന്ന് അവരുടെ ട്രെയിനി ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്റേൺഷിപ്പ് പീപ്പിളായിട്ട് ഹയർ ചെയ്യുന്ന ഒരുപാട് സ്കീമുകൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്രയധികം ഓപ്പർച്യൂണിറ്റികൾ ഇരിക്കുമ്പോൾ പോലും ഏതെങ്കിലും ലോക്കലായിട്ട്, തരികിടയായിട്ട്, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വാലിഡിറ്റി ഇല്ലാത്ത റീജിയണൽ ആയിട്ടുള്ള പല സ്ഥാപനങ്ങളിലും പോയി പല ഏജൻസികളുടെയും ക്ലാസ്സുകളും വെബിനാറുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെയൊന്നും നിങ്ങൾ പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് അവസാനം പല യൂണിവേഴ്സിറ്റികളുടെയും വാലിഡിറ്റി പോയിന്റ് പോലും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതിനുശേഷം ഒരു ഉപയോഗവും നിങ്ങളുടെ പ്ലേസ്മെന്റിലോ അല്ലെങ്കിൽ ജോബ് സീക്കിങ്ങിലോ അത് നൽകണമെന്നുമില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ നടക്കണം. ഒന്ന്, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് നടക്കണം. നിങ്ങൾക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടണം. ആ ഇൻഡസ്ട്രിയിലുള്ള പീപ്പിളുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ആ കമ്പനികളിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. അത് സിവിൽ പഠിക്കുന്ന ഒരാൾ IT റിലേറ്റഡ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നല്ലാതെ നിങ്ങളുടെ കരിയറിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് കാണുന്ന ടീച്ചർമാരോടും അധ്യാപകരോടും പറയാനുള്ളത്, വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ ഏതാണ് എന്ന് ഡേറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ വന്നു, എല്ലാവരും രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് ചാടിക്കയറി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അനുവദിച്ച് നൽകിയിട്ടുള്ള 1 മാസവും 2 മാസവും ആ വിലപ്പെട്ട സമയം ഏതെങ്കിലും ഒരു മറ്റ് ഇൻഡസ്ട്രിയിൽ പോയി വെറുതെ നോക്കി നിൽക്കുന്നവരായി നിങ്ങൾ മാറരുത്. സോ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഏറ്റവും പുതിയ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ താഴെ കമന്റ് ചെയ്തും അല്ലാതെ നിങ്ങൾക്ക് DM ചെയ്തും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതെല്ലാവരും എന്തായാലും കീപ് ഇൻ മൈൻഡ് ഗൈസ്. തൽക്കാലം നിർത്തുന്നു. ബൈ.